പറയാനായിട്ടുള്ളത് ഇതൊരു കൃത്യമായ ആവശ്യമാണെങ്കിൽ അത് ആ നിലയ്ക്ക് ആവശ്യപ്പെട്ടാൽ അപ്പോൾ പരിഗണിക്കാവുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് സന്തോഷത്തോടെ തന്നെ ലീഗ് അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ പി എം മനോജ്, അതാണ് ലീഗ് പോലും ഈ ഈ മുഖപ്രസംഗത്തോട് സ്വീകരിച്ചിരിക്കുന്ന നയം. അതായത് ഒരു അംഗീകാരമായി തന്നെയാണ് അവരൊക്കെ ഇത് കാണുന്നത്. അല്ല, ഇന്ത്യയിലെ ഇന്നത്തെ പൊളിറ്റിക്കൽ സെനേറിയോ അത് ന്യൂനപക്ഷങ്ങൾക്കും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും സാധാരണ ജനങ്ങൾക്കും വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. പക്ഷെ അതിന് തന്ന മാൻഡേറ്റ് ആണോ ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ലഭിച്ചത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്ന ഈ നയങ്ങൾക്കാണോ കേരളത്തിലെ ജനത ഈ കഴിഞ്ഞ വിജയം സമ്മാനിച്ചത്? അല്ല, ഈ ചോദ്യം വരുന്നത് എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അധികാരവും അതിൻ്റെ പങ്കുവെക്കലുമായി ബന്ധിപ്പിച്ച് കാണുന്നതിൻ്റെ കുഴപ്പമാണ് ഈ ചോദ്യം. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ സീറ്റിൻ്റെ ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നണിയുടെ വിപുലീകരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം അധികാരത്തിൻ്റെയും അതിൻ്റെ പങ്കുവെക്കലിൻ്റെയും വശം ചിന്തിക്കാത്ത പാർട്ടികളെയാണല്ലോ ഇപ്പോൾ CPM ഏതായാലും. അല്ലല്ല, ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ 2 മാസം ആവുന്നേ ഉള്ളൂ. ഈ 2 മാസത്തിനിടയ്ക്ക് ഈ മുന്നണി വിപുലീകരണത്തിൻ്റെ കാര്യം ചിന്തിക്കേണ്ട ഒരു പ്രശ്നവും വരുന്നില്ലല്ലോ, അങ്ങനെ ഉദിക്കുന്നേ ഇല്ലല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന മുന്നണി വിപുലീകരണത്തിനെ ചിന്തിച്ചു എന്ന് ആരോപിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളെ കൂടുതലായി അണിനിരത്തി ഇത്തരം മൂർത്തമായ പ്രശ്നങ്ങളിൽ പ്രതികരണം ഉണ്ടാക്കുക, ആ പ്രതികരണത്തിന് ശേഷി കൂട്ടുക എന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അപ്പം KM മാണിയുടെ കൂടെ കുറേ ആളുകളെ അങ്ങോട്ട് തള്ളിക്കൊടുക്കുക എന്നല്ല, KM മാണിയുടെ കൂടെ ഈ UDF വിട്ട് പുറത്തു വരുന്ന ആളുകളെ സമാഹരിക്കുക, അത് അവരെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കുക എന്നത് കൃത്യമായ രാഷ്ട്രീയ ലൈൻ തന്നെയാണ്. ആ ലൈനിൽ നിന്നും വിട്ടുപോകില്ല. അതുപോലെ തന്നെ ശ്രീ KN ഖാദർ അദ്ദേഹം പറഞ്ഞു ഐഡിയോളജിക്കലി കറക്റ്റാണെന്ന്. ഐഡിയോളജിക്കലി കറക്റ്റാണ്, പൊളിറ്റിക്കലി കറക്റ്റാണ്. എന്താണ് ഈ സമരം ഇന്ന് നിലവിലുള്ള ഇന്നത്തെ ഇന്ത്യയുടെ മൂർത്തമായ സാഹചര്യത്തിൽ ഏത് സമരമാണ് നടത്തേണ്ടത്? ആ സമരം ഏറ്റവും വലിയ ഭീഷണി എവിടെയാണ്? ആ ഭീഷണി വരുന്നത് മതനിരപേക്ഷതയ്ക്ക് നേരെയാണ്, ഭരണഘടനയ്ക്ക് നേരെയാണ്, ജനാധിപത്യത്തിന് നേരെയാണ്. ആ സമരം നയിക്കുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ തൊഴിലാളി പ്രക്ഷോഭം, ശ്രീ ആന്റണി രാജു നേരത്തെ പറഞ്ഞു, തൊഴിലാളി പ്രക്ഷോഭത്തിൽ എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അത്തരം യോജിപ്പുകൾ, ആ യോജിപ്പിൻ്റെ മേഖല കണ്ടെത്തുമ്പോൾ ഇത് നിങ്ങൾ അടുത്ത 5 കൊല്ലത്തിൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ തലത്തിൽ നിന്ന് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടുള്ള വിമർശനങ്ങളാണോ ഇതേക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇങ്ങനെ ഉയർന്നു വരുന്നത്, താങ്കളടക്കം ഉന്നയിക്കുന്നത്? കാരണം ഇപ്പോൾ ശ്രീ പി എം മനോജ് പറഞ്ഞു, അതിനപ്പുറത്ത് പല തലങ്ങളുണ്ട്. ഈ പറഞ്ഞ തൊഴിലാളി സമരമുണ്ട്, അതിൻ്റേതായ തലമുണ്ട്, വർഗീയതയുടേതായ മറ്റൊരു വശമുണ്ട്. ഇങ്ങനെയൊക്കെ വിശാലമായി ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും നമ്മൾ ഈ പറഞ്ഞ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പ് കണക്കുകളുടെ ശതമാനക്കണക്കുകളുടെയൊക്കെ വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത് പ്രതിരോധിക്കാവുന്ന ഒരു വാദമായി തന്നെ CPM മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന കാര്യമാണോ? എനിക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട് ഹർഷൻ. അതായത് ഇന്ത്യയിലെ സമൂർത്തമായ സാഹചര്യം എന്ന് മനോജ് പറഞ്ഞല്ലോ. ഇന്ത്യയിലെ സമൂർത്തമായ കൃത്യമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലെ ദളിതന്മാർ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയുടെ ക്യാമ്പസുകളിൽ, ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്തിൽ ദളിതർ വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓഗസ്റ്റ് 15-ാം തീയതി അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എന്താണ് CPM നിലപാട്? നമ്മൾ ആരെങ്കിലും കേട്ടോ ഇതിനെക്കുറിച്ച് CPM പറയുന്നതായിട്ട്? കേരളത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിപാടികൾ നടത്തുമെന്ന് പറഞ്ഞു. നമ്മൾ ഏതെങ്കിലും ഒരു പുഷ് ഇതിലേക്ക് കൃത്യമായി രാജ്യത്തിന്റെ ശ്രദ്ധ എന്നതാണ്. പാർലമെന്റിൽ ഉന്നയിച്ചത് CPM ആണ് എന്നതാണ് ശക്തമായി ഉന്നയിക്കുന്ന ഒരു വാദം. ഇല്ലില്ല, അതല്ല ഈ രാഷ്ട്രീയ സമൂർത്തമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദളിത് രാഷ്ട്രീയമാണ്. അതിനോട് എന്താണ് CPM നിലപാട്? എന്താണ് അതിലേക്ക് കൺവേർജ് ചെയ്യാൻ, അതിലേക്ക് നമ്മുടെ രാഷ്ട്രീയം ഫോക്കസ് ചെയ്യാൻ CPM എന്ത് സംഭാവനയാണ് ചെയ്തത്? ശ്രീ KJ പറഞ്ഞതിൽ ഒരൊറ്റ കാരണമുണ്ട്. ഇതിനെ ലളിതമായ രാഷ്ട്രീയ വായനയായി നമ്മൾ കരുതിയാൽ ഇതിൽ കേരള കോൺഗ്രസിനെ നമുക്ക് വേണം, കാരണം കുറെ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടണം. ലീഗിനെ നമുക്ക് വേണം, കുറച്ച് മുസ്ലിം വോട്ട് കിട്ടണം. അങ്ങനെ ഈ ശതമാന കണക്കൊന്ന് പൂരിപ്പിക്കണം. ഇത്തരം കണക്കുകളിൽ എന്തായാലും ദളിത് വോട്ടുകളെ കുറിച്ചോ ദളിത് രാഷ്ട്രീയത്തെക്കുറിച്ചോ ഉള്ള ചർച്ചകൾ പ്രസക്തി നിങ്ങൾ കൽപ്പിക്കുന്നില്ല. അതല്ല, ജേക്കബ് സമർത്ഥമായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. ജേക്കബ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ആക്ടിവിസ്റ്റ് ആണെന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം സീതാറാം യെച്ചൂരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ അദ്ദേഹം CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഈ ദളിത് പ്രശ്നത്തിലുള്ള ഇടപെടൽ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. അദ്ദേഹം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു സാഹിത്യവും ഒരു പത്രവും വായിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അദ്ദേഹം ഇടതുപക്ഷം ഏറ്റെടുത്ത് നടത്തുന്ന ക്യാമ്പയിൻ ഇപ്പോൾ ഇത് അയ്യങ്കാളി ദിനം മുതൽ ചട്ടമ്പി സ്വാമി ദിനം വരെ അതിശക്തമായ ക്യാമ്പയിൻ നടത്താൻ കേരളത്തിൽ CPM.
2000 കേന്ദ്രങ്ങളിൽ ഒരേ സമയം അതൊക്കെ ജനങ്ങളെ മൊബിലൈസ് ചെയ്തുകൊണ്ടാണ്. അല്ലാണ്ട് ഇതുപോലെ ഓരോ ദിവസം ആ പരിപാടിയിൽ പോലും വല്ലാത്ത സമീകരണ സ്വഭാവമുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് അതായത് ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബരം വിളംബരത്തിന്റെ 100ാം വാർഷികം കേരളത്തിലാകെ ജനങ്ങളെ ആഘോഷിക്കുക ആചരിക്കുക ആ പരിപാടിയുടെ സംഘാടനവും തമ്മിൽ വലിയ ദളിത് മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് ദളിത് ഗുജറാത്ത് വിഷയമായാലും അതുപോലെ ദളിതുകൾക്കെതിരെ ഇന്ത്യയിലാകെ നടക്കുന്ന ആക്രമണങ്ങളായാലും അത് ഏറ്റെടുത്തുകൊണ്ട് അത് സ്വന്തം പ്രശ്നമായി സ്വന്തം രാഷ്ട്രീയ പ്രശ്നമായി കണ്ട് പോരാടുന്ന പാർട്ടി ഏത് വേറെ CPM അല്ലാതെ. അപ്പം ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ശ്രീ ആന്റണി രാജു, കേരള കോൺഗ്രസ് അതായത് KM മാണി ഇടതുമുന്നണിക്കൊപ്പം ഉണ്ടാവണം, അതാണ് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെയും ആഗ്രഹം. അല്ല, ഞാൻ അതിനുമ്പ് ഒരു കാര്യം പറയാം. ഇവിടെ ശ്രീ KJ ജേക്കബിനെ പോലുള്ളവർക്ക് ലളിതമായി ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ചില വാക്കുകളും വാചകങ്ങളും ഈ ലേഖനത്തിലും എഡിറ്റോറിയലും വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സാധാരണക്കാരുടെ ഇടയിൽ പോലും ഈ ലേഖനവും എഡിറ്റോറിയൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചില വാക്കുകളും വരികളും അതിന് പ്രേരകമാകുന്നു എന്നുള്ളത് കൺഫ്യൂഷൻ ബാക്കി ചെറിയ പാർട്ടികൾക്കും എല്ലാം ജനതാദൾ യുണൈറ്റഡിനും ഒക്കെ കൊടുക്കുന്ന കൃത്യമായ സൂചനയാണ്. അതല്ല, അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് മുന്നണിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് ആ ലേഖനത്തിലും എഡിറ്റോറിയലും വളരെ വ്യക്തമായ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ മുന്നണിയിലെ അടിത്തറ ഇളക്കുന്ന UDFൻ്റെ അടിത്തറ ഇളക്കുന്നതിന് ആ മുന്നണി നിൽക്കുന്ന ഘടകകക്ഷികളുടെ ബഹുജനങ്ങളെ ഈ മുന്നണിയിലെ ഇടതുപക്ഷ മുന്നണിയിലെ അടിത്തറയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള അടവും തന്ത്രം മാത്രമായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി എന്നാണ് ലേഖനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു മുന്നണി ബന്ധത്തിലേക്ക് ആണ് LDF ശ്രമിക്കുന്നത് അല്ലെങ്കിൽ CPM ശ്രമിക്കുന്നത് എന്ന് KJ ജേക്കബിനെ പോലുള്ള ആളുകൾക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒരു ആ ലേഖനത്തിൽ ചില വാക്കുകളും വരികളും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, CPMനെ സംബന്ധിച്ചിടത്തോളം മാണി ഗ്രൂപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായ സെക്രട്ടറി പറയുന്ന ചില കാരണം എന്താണ്? മാണി ഗ്രൂപ്പിൻ്റെ ദൗർബല്യവും രാഷ്ട്രീയ ചാഞ്ചാട്ടവും അഴിമതിയും ഞങ്ങൾ തുറന്നു കാട്ടുന്നു. മാത്രമല്ല 1980 മറുകണ്ഠം ചാടലും UDFലെ അഴിമതിയിലെ ബാർക്കോഴ പങ്കാളിത്തവും ചരിത്രവുമായുള്ള മാണി ഗ്രൂപ്പുമായി രാഷ്ട്രീയ സഖ്യത്തിന് ഉദ്ദേശമില്ല എന്ന് വളരെ കൃതകൃത്യം ഒരു വശത്ത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതേസമയം കേന്ദ്രത്തിൻ്റെ ഈ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ പോരാടാൻ ഞങ്ങൾ യോജിക്കാവുന്ന എല്ലാവരെയും ആ രാഷ്ട്രീയ ഇടതുപക്ഷ അടിത്തറ വിപുലീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് പറഞ്ഞ രണ്ടിനെ വേർതിരിച്ച് കാണേണ്ടതുണ്ട്. ശ്രീ KJ ജേക്കബ്, അതുകൊണ്ടായിരിക്കുമോ ഒരുപക്ഷെ CPM അനുഭവിക്കുന്ന ഈ വിഷയത്തെ അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകായിക കൊണ്ടുകൂടിയായിരിക്കുമോ ഈ രണ്ട് തരത്തിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്? കാരണം ആദ്യം ഈ പറഞ്ഞതുപോലെ ഒരു തരത്തിലും KM മാണിയുമായി യോജിക്കാൻ കഴിയില്ല എന്നത് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മുമ്പ് ചതിച്ച ചരിത്രമുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് പക്ഷേ ഈ ചുവടുവെപ്പിനെ കുറിച്ച് പറയുന്നത്. ഒരേ സമയം മാണി സാറിനെ കൊണ്ട് ഹിന്ദുത്വത്തിനെതിരെ ചുവടുവെപ്പിക്കുക, അതേസമയം തന്നെ ഇവിടുത്തെ UDFൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി ചുവടുവെപ്പിക്കുക എന്നൊക്കെ അങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ തന്ത്രം പയറ്റാൻ കഴിയുക? എനിക്കിതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരത്തെ ഒന്ന് മനോജ് പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്. സോഷ്യൽ മീഡിയ ഞാൻ എഴുതാറുണ്ട്, കഴിയുന്നിടത്തോളം വായിക്കാറുമുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള പ്രസ്താവനയോ പിന്തുണയോ അല്ല ഇന്ത്യയിലെ ദളിതന്മാർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് ഒരു വലിയ പുഷാണ്. CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെയോ ബി ജെ പി പിന്തുണയ്ക്കുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയുള്ള വലിയ പുഷ് കൊടുക്കാൻ CPMന് ഇതുവരെ പറ്റിയെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും എനിക്കൊന്നും വരെ കിട്ടിയില്ല. ഉണ്ടെങ്കിൽ നല്ലത്. ഞാൻ കണ്ടിരുന്നു, കേരളത്തിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കണ്ടിരുന്നു, സംഘടിപ്പിച്ചാൽ നല്ലത്. പക്ഷേ ഇതുവരെയും അവർ 15-ാം തീയതി അവരുടെ തീരുകയാണ്, അതുവരെ ഒന്നും ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നത് ഇതിൽ CPMൻ്റെ അകത്തുള്ള കൺഫ്യൂഷൻസ് മുഴുവൻ ഈ എഡിറ്റോറിയലിലും ഈ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിലുമായിട്ടുണ്ട്. ഒരു കാര്യത്തിൽ ആ പാർട്ടിക്ക് സംശയമില്ല, KM മാണിയുടെ പാർട്ടി ഒരു അഴിമതി പാർട്ടിയാണ്, KM മാണിയുടെ പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണ്. ഈ രണ്ട് കാര്യത്തിൽ ആ പാർട്ടിക്ക് പക്ഷേ ഇതിൽ എങ്ങനെയാണ് ഇന്നലത്തെ ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവനയും ഇതും കൂടെ കൂട്ടി വായിച്ചു നോക്കിയാൽ ആ പാർട്ടിയാൾക്ക് കൺഫ്യൂഷനില്ല. പക്ഷേ ഈ പാർട്ടി മുമ്പോട്ട് നോക്കുകയാണ്. 50% വോട്ടിൽ ഞങ്ങൾക്കില്ല. അധികാരത്തിനെ കുറിച്ച് യാതൊരു താല്പര്യമില്ലാത്ത മനോജിന് തന്നെ പത്രത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് 50% വോട്ടിനെ കുറിച്ച്. എന്തിനാണ് മനോജ് അങ്ങനെ എഴുതുന്നത്? അധികാരവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല നിങ്ങളിത് കണക്കാക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് 50% വോട്ടിന്റെ കാര്യം പറയുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞാൽ പോരെ, ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞാൽ പോരെ? എന്തിനാണ് 50% വോട്ടിനെ കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഇത്രയധികം നിങ്ങൾ വ്യാകുലപ്പെടുന്നത്? അപ്പോൾ ഇതിന്റെ പുറകിൽ ഇലക്ട്രൽ കാൽക്കുലേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കൂ.
എന്നിട്ട് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ തകർക്കാൻ വേണ്ടി പോകുന്ന UDF-നെയും, അതായത് നിങ്ങൾ പിന്നെ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുനിർത്തി കോൺഗ്രസിനെ ഇല്ലാതെയാക്കി കേരളത്തിലെ പ്രതിപക്ഷമായിട്ട് നിങ്ങൾ BJP അവരോധിക്കാൻ വേണ്ടി പോവുകയാണോ? അതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? തീർച്ചയായും വ്യക്തമാണ്. നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.